കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിലൂടെയുള്ള ആ രക്ഷയാണല്ലോ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും നമ്മൾ പിന്തുടരുകയൊക്കെ ചെയ്യുന്ന ക്രിസ്തു മാർഗത്തിന്റെ കാതലായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു വാക്യം ഞാൻ എഫ് എസ് സി ലേഖനത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന 2-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ വാക്യത്തിൽ പ്രധാനമായും 3 ഭാഗങ്ങൾ നമുക്ക് കാണാം: രക്ഷ, കൃപ, വിശ്വാസം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ആത്മാവിൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രാഗൽഭ്യം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രാഗൽഭ്യം ഉണ്ടാകുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമായി, വിട്ടുമാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായി നമ്മളോട് ചേർത്ത് നിർത്തി അതിലൊക്കെ ആത്മാവിലൊരു പ്രാഗൽഭ്യം ഉണ്ടാകുന്ന, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുള്ള സകലരും ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒന്നിനു വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ ചെയ്യുന്നതാണല്ലോ രക്ഷ എന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ മോക്ഷം എന്ന കാര്യം. ആ രക്ഷ എന്ന പദത്തിനൊരു നിർവചനം നൽകുകയാണെങ്കിൽ വിമോചിക്കപ്പെടുക, വീണ്ടെടുക്കപ്പെടുക, രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ഒരു ശിക്ഷയിൽ നിന്നുള്ള ആ രക്ഷയെക്കുറിച്ചൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. സകലത്തിന്റെയും കാരണവും അതിനെല്ലാം നിയന്ത്രിക്കുന്നവനുമായ ദൈവത്തിന്റെ മുമ്പാകെ സകലവിധ പ്രാഗൽഭ്യത്തോടും കഴിഞ്ഞ മനുഷ്യൻ, നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ആദാമും ഹവ്വായും ജീവിച്ചിരുന്നത്. അങ്ങനെ കഴിഞ്ഞ മനുഷ്യൻ പാപം നിമിത്തം ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. ആ കഥകളും ചരിത്രങ്ങളും ഒക്കെ പലതവണ നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ നിമിത്തം സകല മനുഷ്യരും പാപികളായി തീർന്നു എന്നുള്ള ആ സത്യം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ആദാമിന്റെയും ഹവ്വായുടെയും പതനം മുതൽ ഓരോ വ്യക്തിയും ആദാമിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച പാപത്തിലാണ് ജനിച്ചതെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഒരു മനുഷ്യരിൽ നിന്നും തൻ്റെ വിവിധ തലമുറകളിലേക്ക് വിവിധ ജനിതക സ്വഭാവങ്ങൾ പകരുന്നത് നമുക്കറിയാം. അവരുടെ ജീനുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ ജനിതക സ്വഭാവങ്ങൾ പകരുന്നതിനോടൊപ്പം പാപത്തിന്റെ പ്രകൃതിയും പകർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ ദാവീദ് ഇപ്രകാരം പാടുന്ന ഒരു വാക്യമുണ്ട്. 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ വാക്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ വേദപഠിതാക്കളുടെ ഇടയിൽ ഉണ്ടെങ്കിലും സന്താന പുഷ്ടി ഉള്ളവരായി വർദ്ധിച്ചു വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ പ്രക്രിയയിലേക്കല്ല ഈ വാക്യം വിരൽ ചൂണ്ടുന്നതെന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കല്ല ആ വാക്യം കാണിക്കുന്നത്. മറിച്ച് ദാവീദ് പറയുമ്പോൾ, ദാവീദ് അല്ലെങ്കിൽ നമ്മൾ അസ്തിത്വത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പാപിയായിരുന്നു. അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്ന ആ സമയം മുതലേ ഒരു പാപിയായിരുന്നു, അല്ലെങ്കിൽ പാപത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് മുതലേ പാപം ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരുന്നു എന്നതാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു പ്രവണത നമ്മളിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പിന്നീട്, അല്ലെങ്കിൽ ജനിച്ച് വളർന്നു വരുന്ന അറിവ് പ്രാപിക്കുന്ന ഓരോ കാലഘട്ടത്തിലും മനഃപൂർവ്വമായും അല്ലാതെയും നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആദ്യമൊക്കെ അതിന്റെ നിഷ്കളങ്കത, ഒരുപക്ഷെ നമ്മൾ ഓമനത്തൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ തള്ളിക്കളയുമായിരിക്കും. അതിന്റെയൊക്കെ ഒരുപക്ഷെ അതെല്ലാം പാപങ്ങളായിട്ട് തന്നെയാണ് വളർന്നു വരുന്നത്, ആ കുഞ്ഞിന്റെ ചില പ്രവൃത്തികളൊക്കെ. അന്നേരം അത് വലുതാകുമ്പോഴാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ പാപമായൊക്കെ നമ്മൾ വിലയിരുത്തി മാറ്റി നിർത്തുകയൊക്കെ ചെയ്യാറുള്ളത്. പിന്നീട് അന്നേരം ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ പാപത്തിന്റെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് കൃഷിഭൂമിയെ കുറിച്ച് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഉഴുതു ഇളക്കി മറിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു കൃഷിഭൂമിയിൽ ചില മാസങ്ങൾക്ക് ശേഷം ഒന്നും ചെയ്യാതെ ഇട്ടിരുന്നു, നന്നാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു, ഉഴുതു ഇളക്കി മറിച്ച് അതിലെ കളകളെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കിയിട്ടിരുന്നു. അങ്ങനെ കൃഷിക്ക് വേണ്ടി അനുയോജ്യമായ രീതിയിൽ ആക്കി വെച്ചിരിക്കുന്ന ആ കൃഷിഭൂമിയിൽ ചില മാസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ധാരാളം പ്രയോജനമില്ലാത്തതും അതേസമയം തന്നെ ഉപദ്രവകാരികളായ നിരവധി സസ്യങ്ങൾ അവിടെ മുളച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ മുളച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വളവും കൊടുക്കാതെ, ഒരു പരിചരണവും ലഭിക്കാതെ ഉപദ്രവകാരികളായ സസ്യങ്ങൾ തന്നെ അവിടെ വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും
ആ കൃഷിസ്ഥലത്തിന് തനിയെ അല്ലെങ്കിൽ ആ കൃഷിസ്ഥലം ഒരുക്കിയിട്ടിരുന്നതാണ്. എന്നാൽ സ്വഭാവം അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, നല്ലത് പുറപ്പെടുവിക്കാൻ അതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ, ചില നല്ല ഫലങ്ങൾക്കായി അത് രൂപപ്പെടാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും സംഭാവ്യമല്ല. അതിന് പിന്നിൽ വലിയ പരിചരണവും വലിയ വിലയും കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ ഫലം ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കറിയാം. പിന്നീട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ, നാം തിരുവചനങ്ങളെ കേൾക്കാൻ തുടങ്ങുമ്പോൾ, നാം ജനിച്ചു വളർന്ന് തിരുവചനങ്ങളെ കേൾക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ, അതിനെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, പൗലോസ് പറഞ്ഞതുപോലെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന അറിവിലേക്ക് നമ്മൾ എല്ലാവരും എത്തുകയാണ്. അന്നേരം ആ ആ അറിവ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അറിവ് എന്ന് പറയുന്നത് ഒരുവന്റെ ജീവിതത്തിന്റെ രക്ഷയുടെ ആരംഭമാകുന്നത് ആ അറിവ് തന്നെയാണ്. അങ്ങനെ ഒരു അറിവ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, അതായത് ക്രിസ്തുയേശുവിനാൽ രക്ഷിക്കപ്പെടുവാനുള്ള പാപികളിൽ ഞാൻ ഒന്നാമനാണെന്നുള്ള അറിവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷയുടെ ആരംഭമായി തീരുന്നത്. പൗലോസ് തന്റെ ഈ ഏറ്റുപറച്ചിൽ നടത്തുന്നതിനോടൊപ്പം പറയുന്ന ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യം വളരെ ശ്രദ്ധേയമാണ്. തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് അത് കാണാൻ കഴിയുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പൗലോസോടെ പറയുന്നത്. പ്രിയമുള്ളവരെ, പാപികളെ രക്ഷിക്കാൻ വന്ന യേശു കർത്താവിനെ ആ നിലയിലുള്ള ഏകരക്ഷകനായി കാണാൻ കഴിയുകയും അത് ദൈവപ്രസാദമുള്ള ഒരു വിശ്വാസമായി പരിണമിച്ചാൽ മാത്രമേ നമ്മുടെ രക്ഷാപൂർത്തീകരണത്തിന് ഒരു മുന്നോട്ടം ഉണ്ടാകുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞു, പാപത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്, നമ്മൾ പാപികളാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷേ ആ അറിവ് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. അവിടെ നമ്മെ രക്ഷിക്കാൻ വന്ന ഏകരക്ഷിതാവെന്ന നിലയിലേക്ക് കാണുകയും ആ അറിവിലേക്ക് നാം വളരെ, അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള ഒരു വിശ്വാസമായി അതൊക്കെ മാറുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ രക്ഷാപൂർത്തീകരണത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. പാപത്താൽ മരണം ലോകത്തിൽ കടന്നു റോമാലേഖനത്തിൽ നമ്മൾ മുമ്പ് വായിച്ചല്ലോ. മനുഷ്യന്റെ മേൽ മരണം വന്നതും അതുപോലെ ഭൂമി മേൽ ശാപം വന്നതും എല്ലാം മനുഷ്യന്റെ പാപം നിമിത്തമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇനി നമ്മൾ ഏതെനിലേക്ക് നമ്മളൊന്നൊരു ഭാവനയിൽ കൂടെ കാണുകയാണെങ്കിൽ, ഏതെനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഏതെനിൽ പാപമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ തുടരുകയാണെങ്കിൽ മരണമില്ലാതെ മനുഷ്യൻ ജീവിക്കുമായിരുന്നു. എന്നും ആരും മരിക്കാതെ അങ്ങനെ ഒരു ജീവിതം അവിടെ സാധ്യമായിരുന്നു. അങ്ങനെ ആയിരുന്നാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ശാപം ഇല്ലാത്തതിനാൽ ഭൂമിയിലുള്ള, അല്ലെങ്കിൽ അതിലെ പ്രവൃത്തികളെല്ലാം നിലനിൽക്കുമെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. അതായത് നമുക്കറിയാം, ഇന്ന് ഭൂമിയിൽ നാം കാണുന്നത്, നാം ഒരു ഭവനം ഉണ്ടാക്കിയാൽ ആ ഭവനത്തിന്റെ മോടിയൊക്കെ 1-2 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ മോടിയൊക്കെ മാഞ്ഞ് അതെല്ലാം വീണ്ടും അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം ഔട്ട് ഓഫ് ഫാഷനൊക്കെ അങ്ങനെ എല്ലാം മാറിക്കൊണ്ട്, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു തുടങ്ങാൻ, അല്ലെങ്കിൽ ക്ഷീണിച്ചു, അല്ലെങ്കിൽ ക്ഷയിച്ചു തുടങ്ങുന്നതൊക്കെ അറിയാം. ഏതൊന്നും നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഉപകരണം മേടിക്കുകയാണെങ്കിൽ, എന്തിനെ നോക്കുകയാണെങ്കിൽ, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെ നോക്കാൻ സ്ഥായിയായി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതെല്ലാം ചില നാളുകൾക്ക് ശേഷം അതിന്റെയൊക്കെ മോടിയും ഭംഗിയും ഒക്കെ മങ്ങിപ്പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടല്ലോ. അന്നേരം അങ്ങനെ ഒരു ശാപം ഭൂമിയിൽ വന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ ആ ഭൂമിയിലേക്ക് ഒരു ശാപം വന്നില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളും നിലനിൽക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പാപം സംഭവിച്ചതിനെ തുടർന്ന് മനുഷ്യനുള്ള ആത്മാവ്, ദേഹം എന്നീ 3 ഘടകങ്ങൾക്കും ക്ഷയമുണ്ടായി എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവ് ആ പാപം ചെയ്ത നാളിൽ തന്നെ നിർജീവമായി, ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ആത്മാവ് രൂപാന്തരപ്പെട്ടു. ദേഹി ആ ശപിക്കപ്പെട്ട നാളിൽ ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക്, വഷളത്വത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദേഹം, നാം എപ്പോഴും ഓടി പിടിപ്പിക്കുവാനും എപ്പോഴും ഭംഗിയാക്കി കൊണ്ടുപോകാനൊക്കെ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ദേഹം എപ്പോഴും മണ്ണിലേക്ക് മടങ്ങാനുള്ള ആ തയ്യാറെടുപ്പിലേക്ക് എപ്പോഴും തിടുക്കം കൂട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തിടുക്കത്തിനായിട്ടാണ് ആ ദേഹം എപ്പോഴും ഉത്സാഹിക്കുന്നത്. ആ തിടുക്കമില്ല എന്നൊക്കെ നമ്മൾ അഭിനയിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ദിവസങ്ങൾ കഴിയുന്നതോറും, കാലങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുമ്പോഴൊക്കെ അതിന് തിടുക്കം കൂട്ടുന്ന ഒരു ദേഹവുമായിട്ടാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. എന്നാൽ ഈ പാപത്തെ തിരിച്ചറിഞ്ഞ് ഇതിനായുള്ള ഏക പരിഹാരം ക്രിസ്തുവിൽ കൂടിയാണെന്ന് ബോധ്യം പ്രാപിച്ച് വിശ്വസിച്ച് അടുത്ത് വരുന്നവരിൽ അവൻ കൃപ പറഞ്ഞ്, അതായത് ക്രിസ്തുയേശുവിൽ കൂടെ ആ കൃപ പകർന്ന് ആത്മാവിന് ജീവൻ നൽകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പകരപ്പെടുന്ന കൃപ അതൊരു ദൈവീക വാക്തത്വമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു വാക്തത്വങ്ങളിൽ ഒന്നാണ് ഇവിടെ പകരപ്പെടുന്ന ആ കൃപ. വിശ്വസിക്കാൻ ആരെല്ലാം തയ്യാറാകുമോ അവരിലെല്ലാം ആ കൃപ വ്യാപരിക്കാൻ തക്കമായി ആ കൃപ അവിടെ തയ്യാറായി നിൽക്കുകയാണെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവരിൽ വ്യാപരിക്കുന്ന ആ കൃപ അവരിൽ രക്ഷാദായകമായ ഒരു പ്രവൃത്തിയായി അത് മാറും, അല്ലെങ്കിൽ ആ നിലയിൽ അത് പ്രവർത്തിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, പാപം
പാപമാണ് നമ്മെ എല്ലാം മരണയോഗ്യരാക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്നും നമ്മളെ വേർപെടുത്തുന്നത്. മരണം എന്ന് പറയുമ്പോൾ വേർപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മനുഷ്യരിൽ നിന്നുള്ള വേർപാടിനെയാണല്ലോ നമ്മൾ ജീവൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആത്മീയ മരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപാടിലേക്ക് പോകുന്നതിനെയാണ് അത് കാണിക്കുന്നത്. നമുക്കറിയാം, റോമാലേഖനത്തിലെ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധിയാണ് എന്ന് നാം പറയുമ്പോൾ, എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, പാപം ഓരോ വ്യക്തിയെയും ദൈവത്തിൽ നിന്നും ശാശ്വതമായി വേർപെടുത്തി നരകത്തിലാക്കുന്നു എന്നാണ് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് ശാശ്വതമായി വേർപെടുത്തുന്നു, എന്നിട്ട് അവനെ നരകത്തിലാകും. നരകത്തിലാകുക എന്ന് പറയുമ്പോൾ അവിടെ ഏകാന്തതയിലേക്ക്, വേർപാടിലേക്ക്, വേർപെടുത്തപ്പെട്ട അനുഭവങ്ങളിലേക്ക് നിത്യമായി മാറുന്നു എന്നുള്ളതാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആദാമിന്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ട സകല മനുഷ്യർക്കും യഥാർത്ഥത്തിൽ വേണ്ടത് പാപത്തിന്റെ ആ വലിയ ശിക്ഷാവിധിയിൽ നിന്നും മോചനം തേടുക എന്നതാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നാം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ചിന്താഗതികളെ, മതങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ സൽപ്രവൃത്തികളിലൂടെയാണ് മോക്ഷം ലഭിക്കുകയെന്ന് ചരിത്രത്തിലുടനീളം മിക്ക മതങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട ഒരു ധാർമ്മിക ജീവിതം നയിക്കുന്നതിനൊപ്പം ചില പശ്ചാത്താപ പ്രവർത്തികളും നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് നിരവധി ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. പല മതസംഹിതകളിലും പല വലിയ വലിയ മഹാന്മാരൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഗുരുക്കന്മാരൊക്കെ അങ്ങനെ പറയുന്നതും അങ്ങനെ പഠിപ്പിക്കുന്നതും അതിനായി ആഹ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ മനുഷ്യരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം, ഇവിടെ അറിയാം, പശ്ചാത്താപം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദുഃഖമാണ്. അങ്ങനെ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു ദുഃഖം അത് തീർച്ചയായും വിലപ്പെട്ടതും അനിവാര്യവുമാണ്. എന്നാൽ ആ ദുഃഖം കൊണ്ട് മാത്രമായി നമുക്ക് ആർക്കും ആ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കാം. ഇനി ഒരിക്കലും പാപം ചെയ്യാതിരിക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനൊപ്പം തന്നെ ചില ധാർമ്മിക പ്രവർത്തികൾ അല്ലെങ്കിൽ ചില ചാരിറ്റി വർക്ക്സ്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ബോധ്യം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് തീരുമാനം എടുക്കാനൊക്കെ കഴിയും. എന്നാൽ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ ഏതെങ്കിലും ചില നല്ല ഉദ്ദേശങ്ങളുടെ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ നല്ല ഉദ്ദേശങ്ങളൊക്കെ ചെയ്തെടുക്കാമെന്നുള്ള ആ ആഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ ഒക്കെ ഫലമായി നേടിയെടുക്കുന്ന ഒന്നല്ല എന്നാണ് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്. അപ്രകാരം നാം നമ്മുടെ ജീവിതത്തിൽ നിരവധി നല്ല ഉദ്ദേശങ്ങളും പ്രവൃത്തികളും കൊണ്ട് നിറച്ചാൽ, അതായത് ആയുഷ്കാലം മുഴുവൻ ദാനധർമ്മങ്ങൾ കൊണ്ട് നിറച്ച്, ആയുഷ്കാലം മുഴുവൻ പശ്ചാത്തപിച്ചുകൊണ്ട്, ആയുഷ്കാലം മുഴുവൻ പാപം ചെയ്യാതില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ പോലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു പാപം പോലും വീണ്ടും നമ്മെ പാപിയാക്കുന്നു എന്നുള്ളൊരു സത്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ശിക്ഷാവധി, കാരണം ദൈവത്തിന്റെ മുമ്പാകെ പാപത്തിന്റെ ശിക്ഷ വിധിക്കുമ്പോൾ ആ പാപത്തിന് അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നും ഇല്ല എന്നുള്ളത് അത് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ആ നിലയിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വഭാവത്തിൽ നാം എല്ലാവരും പാപികളായാണ്. അതായത് നാം എത്ര സദുദ്ദേശമുള്ളവരോ നല്ലവരോ ആയിരുന്നാലും ആദാമിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ആ പാപപ്രകൃതി മറികടക്കാനുള്ള ശക്തിയോ നന്മയോ നമുക്കില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ, അല്പസമയം നാം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നാം ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം വീണു പോകുന്നു, എത്രയോ പ്രാവശ്യം തളർന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് പാപത്തിന്റെ ശിക്ഷ എന്നുള്ള വിടുതലിനായി കൂടുതൽ ശക്തമായ മറ്റൊരു ഇടപെടൽ മനുഷ്യർക്ക് ആവശ്യമായി വരുന്നത്. ഇവിടെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആ ആശ്ചര്യ കൃപ കടന്നു വരുന്നത്. ദൈവകൃപ എന്നത് തന്റെ സ്നേഹത്തിലൂടെ രക്ഷയ്ക്കായി അവൻ വിളിച്ചവർക്ക് ലഭിക്കുന്ന അനർഹമായ അല്ലെങ്കിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രവഹിക്കുന്ന ഒരു ദൈവിക പ്രീതിയാണ്, ദൈവിക പ്രസാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന്റെ പ്രാധാന്യം എഫെസ്യ ലേഖനം 2-4-5 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ തിരുവചന ഭാഗം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുകയും അതിന് പ്രസംഗങ്ങളൊക്കെ കേട്ടുകയും അതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചെറിയ നാൾ തൊട്ടേയുള്ള അറിവുള്ളവരാണല്ലോ. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ ആശ്ചര്യ കൃപയാണ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ കാണുന്ന കരുണാസമ്പന്നനായ ദൈവം എന്ന
വിശേഷണം വിശ്വസിക്കുന്ന സകലരിലും ദൈവം ആ കൃപയെ പകരുമെന്നതിനെ ഉറപ്പിക്കുന്നു. കാരണം ദൈവത്തിൽ നിന്ന് അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഒരു സംശയം വേണ്ട. ദൈവത്തിന്റെ അടുക്കൽ പോയാൽ ദൈവം എന്നെ സഹായിക്കുമോ, ദൈവം എന്നെ ബലപ്പെടുത്തുമോ, ആ കൃപ എന്റെ മേൽ പകരുമോ? കാരണം ആ വിശ്വസിച്ച് അടുത്ത് വരുന്ന എല്ലാവരിലും അവൻ പകരുവാൻ തക്കവണ്ണമായി, അല്ലെങ്കിൽ എല്ലാവരിലും അത്രയും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സകലരിലും ദൈവം ആ കൃപയെ പകരുമെന്നതിനെ ഉറപ്പാക്കുന്ന ഒരു പദമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം, സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മെ ധൈര്യം, അതായത് ലോകമെമ്പാടും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതും ഇന്നും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും അതിന്റെയൊക്കെ ഫലത്തിലെ അനന്തമായ സാധ്യത കൂടിയാണ് ദൈവത്തിന്റെ ആശ്ചര്യ കൃപ വെളിപ്പെടുത്തുന്നത്. ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം ഈ ഓൺലൈനിൽ കൂടെ പറയുമ്പോൾ അത് കേൾക്കുന്നവരിലും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവരിലും ദൈവം പകരുമെന്നുള്ള ആ വലിയ ഉറപ്പോടുകൂടിയാണ് ഇന്ന് രാത്രിയിലും ഈ സുവിശേഷം പറയുന്നത്. ഏതൊരു സുവിശേഷ പ്രവർത്തനത്തിനും ഒക്കെ സംഭവിക്കുന്നത് ആ ഒരു പ്രത്യാശയോടെ, ആ ഉറപ്പോടെ, ആ തിരുവചനം ഘോഷിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ ദൈവം കൈവിടില്ല എന്നുള്ള വലിയ ഉറപ്പോടുകൂടിയാണ് നാം എല്ലാവരും ഈ കർത്താവിന്റെ വചനം ദൈവത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പാകെ ഘോഷിക്കുന്നത്. ആ ആശ്ചര്യകൃപ ആ വലിയ ഉറപ്പിനെയും കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിന്റെ മുമ്പാകെ ക്രിസ്തു യേശുവിൽ കൂടി നാം നീതീകരിക്കപ്പെട്ടതിലൂടെ സകല ശിക്ഷയിൽ നിന്നും ഒഴിവുള്ളവരായി മാറി എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് നമ്മളെ ശിക്ഷയിലേക്ക് നയിക്കുന്ന പാപത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുവാൻ ആ ആശ്ചര്യകൃപ വീണ്ടും നമ്മളെ സഹായിക്കും. ആശ്ചര്യകൃപ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷത്തെ നീതീകരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ മുന്നോട്ട് പാപത്തെ എല്ലാം മാറ്റി നിർത്തി അല്ലെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കുവാൻ, അതിൽ ജയമെടുക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ടൊക്കെ ആ കൃപ വീണ്ടും നമ്മളെ സഹായിക്കുകയാണ്. ഇനി നമ്മുടെ പാപം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുകയില്ല. സകലത്തിൽ നിന്നും നമ്മൾ മുമ്പ് കണ്ടതാണ്, സകലത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുന്ന ആ നരകത്തിലേക്ക് നമ്മൾ ആരും പോകേണ്ടതില്ല. പ്രിയമുള്ളവരെ, കർത്താവിൽ കൂടെ നമുക്ക് ലഭ്യമായ ഈ ആശ്ചര്യകൃപ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രയത്നം കൊണ്ടല്ല സംഭവിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനെ കൃപയെന്ന് വിളിക്കാനാവില്ല. കാരണം കൃപ സൗജന്യമാണ്. ഈ ആശ്ചര്യകൃപ സകലർക്കും പ്രാപിക്കാവുന്നതാണ്. മനുഷ്യനായിരിക്കുന്ന ഭൂമിയിലെ ഏത് സാഹചര്യത്തിലും നമുക്കറിയാം, സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പാപങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങൾക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കൊക്കെ നമ്മൾ സാഹചര്യത്തെ പഴി ചൊല്ലാറുണ്ട്. അതുപോലെ നമ്മുടെ പശ്ചാത്തലത്തെ പഴി ചൊല്ലാറുണ്ട്. നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലം, നമ്മൾ കടന്നുപോയി ചെന്ന പശ്ചാത്തലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നല്ല പശ്ചാത്തലം, നല്ല കുടുംബത്തിൽ പിറക്കുവാനും അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി, ഇങ്ങനെ നല്ല പശ്ചാത്തലത്തെ പഴി ചൊല്ലാറുണ്ട്. അങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും ഏത് പശ്ചാത്തലത്തിൽ വന്നാലും ആ കൃപയുടെ അവകാശം പ്രാപിക്കുന്നതിന് ആർക്കും തടസ്സമാകുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, എങ്കിലും നാം എല്ലാവരും കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവസന്നിധി വിട്ട് ദൂരെ പോയ മനുഷ്യരിൽ പകരുന്ന ദൈവത്തിന്റെ ഏതൊരു അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ബാധ്യതയാണെന്ന് നാം ചിന്തിക്കരുത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കടപ്പാടാണെന്ന് നാം മനസ്സിലാക്കരുത്. അങ്ങനെ നാം ചിന്തിക്കരുത്. അതായത് ദൂരെ പോയി ദൈവത്തിന്റെ പാപം ചെയ്തു പോയി, ഏദൻ തോട്ടത്തിൽ അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടാക്കി, ചിലപ്പോൾ അങ്ങനെയൊക്കെ വാദിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നന്മതിന്മകളുടെ വൃക്ഷം ഉണ്ടായതുകൊണ്ടല്ലേ പാപം ചെയ്തത്, ആ പാപം ചെയ്തുകൊണ്ടല്ലേ ദൂരെ പോകേണ്ടി വന്നത്, അങ്ങനെയാണ് ദൈവം തന്നെയല്ലേ മടക്കി കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു ബാധ്യതയെന്ന് നാം ആരും ചിന്തിക്കുകയോ ആ നിലയിൽ മനസ്സിലാക്കുകയും ചെയ്തത്. ഇവിടെ ഈ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ആ വിശ്വാസത്താൽ അടുത്തു വരുന്നവരിൽ തന്റെ കരുണയിൽ ഉറപ്പായും പകരുന്ന കൃപയുടെ പ്രകടനങ്ങളാണ്, കൃപയുടെ അല്ലെങ്കിൽ അവന്റെ നന്മയുടെ പ്രകടനങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അവയെല്ലാം ദൈവത്തിന്റെ നന്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പശ്ചാത്തലത്തിലാണ് അവൻ ആർക്കും കടക്കാരനല്ല എന്ന പാട്ട് നമ്മൾ പാടേണ്ടത്. ആ പാട്ടിന്റെ ലൈനുകൾ മാത്രം നോക്കുകയാണെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നും കാണാറില്ല. പക്ഷേ ഇന്ന് ആ പാട്ട് പാടുമ്പോൾ സൃഷ്ടിച്ചെടുക്കുന്ന അന്തരീക്ഷവും ചിന്താഗതികളും ഒക്കെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ കൃപയെ പരിഹസിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ ആ പാട്ട് പാടുന്നതും അതിന്റെ രചയിതാക്കളുള്ള പലരും ഒക്കെ ആ പാട്ടിന്റെ ഒക്കെ അതിന്റെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ച് പാടുന്ന പല സന്ദർഭങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ആശ്ചര്യ കൃപയെ പരിഹസിക്കുന്ന ഒന്നായി അവൻ ആർക്കും കടക്കാരനല്ല എന്നുള്ള പാട്ട് മാറിയത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പാടുമ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് പാടുമ്പോൾ ഒത്തിരി
ആഴവും അർത്ഥവും ഒക്കെ നമുക്ക് അതിന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ദൈവപ്രീതി സമ്പാദിക്കുവാൻ നാം എത്ര ഉത്സാഹത്തോടെ പ്രവൃത്തികൾ നടത്തിയാലും പരാജയപ്പെടുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഞാൻ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചു വന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടൊരു കഥയുണ്ട്. അത് ആർക്കിമിഡീസിന് ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സയൻസ് പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും നമ്മളൊക്കെ മിക്കവാറും കേട്ടിട്ടുണ്ടല്ലോ. അതായത് ആർക്കിമിഡീസിന് ഒരു ഉത്തോലകം, അതായത് ഒരു ലീവറും നിൽക്കാനുള്ള സ്ഥലവും തന്നാൽ തനിക്ക് ഭൂമിയെ ചലിപ്പിക്കാനാകും എന്നായിരുന്നു ആർക്കിമിഡീസിന്റെ അവകാശവാദം. അതായത് ഭൂമിക്ക് പുറത്ത് ഒരു തനിക്ക് ഉറപ്പോടെ നിൽക്കാൻ ഒരു സ്ഥലവും ഭൂമിയെ ഒന്ന് കുത്തി അല്ലെങ്കിൽ ഒരു ഉത്തോലകം വെച്ച് കുത്തി മറിക്കാൻ ഭാഗത്തിലുള്ള ഒരു വലിയ ഉത്തോലകം അല്ലെങ്കിൽ ഒരു ദണ്ട് ലഭിക്കുകയാണെങ്കിൽ ഭൂമിയെ നിരക്കിയോ തള്ളിയോ മാറ്റാനാകും എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത്. നമുക്കറിയാം അതിന് പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങൾ പ്രകാരം അതൊക്കെ ശരിയാണ്, ആ തിയറിറ്റിക്കലി അത് ശരിയാണ്. പക്ഷെ പ്രായോഗികമായി അത് വെറും ഒരു തള്ളൽ മാത്രമാണ്. നമുക്കറിയാം അതങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കാനും കഴിയത്തില്ല, അത്രയും നീളമുള്ള ഒരു ഉത്തോലകവും സാധ്യമല്ല. അതുകൊണ്ട് പ്രായോഗികമായി അതൊന്നും സാധ്യമല്ല എന്ന് നമുക്കറിയാം. റോമാലേഖനം 3-20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ചില തിയറികളും ചില കാര്യങ്ങളും അറിവുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ദൈവസന്നിധി നീതീകരിക്കുവാൻ തക്ക ആ നിലയിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ആ നിലയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലായി കുറെ സിദ്ധാന്തങ്ങളും വീമ്പു പറച്ചിൽ മാത്രമായി നിൽക്കുന്ന ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളും ഒരു പരാജയമായി നമ്മളെ പരിഹസിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധനായ ദൈവത്തിന്റെ ആശ്ചര്യകൃപ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പല മതങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള മതങ്ങൾ ഒത്തിരി ധാർമ്മിക ഉപദേശങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, നന്മയുടെ പല അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകലർക്കും നന്മ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ പ്രയോജനമാകുന്നില്ല. അവിടെ അങ്ങനെ ഒരു പരാജയമായി നിൽക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ആശ്ചര്യകൃപ നമുക്ക് വേണ്ടി പെയ്തിറങ്ങി വരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് മടങ്ങാനുള്ള നമ്മുടെ പാതയിൽ തെറ്റിക്കുന്ന ഒന്നായി പാപം ഇന്ന് നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം നാം ഓർക്കണം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു അരുളപ്പാട് രേഖപ്പെടുത്തി ഇതിനോട് ചേർത്ത് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് വരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം 23-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഇവിടെയാണ് ആർക്കിമിഡീസിന്റെ വാദങ്ങളും അതുപോലെ ലോകത്തിലുള്ള വിവിധ ധാർമ്മിക ഉപദേശങ്ങളുടെ ഗുരുക്കന്മാരുടെ വാദങ്ങളും ഒക്കെ അവിടെയൊക്കെ അവരൊക്കെ നിഷ്പ്രഭമായിരിക്കുമ്പോൾ മേലിൽ നിന്ന് വന്ന ഒരുവൻ, ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ലാത്ത ഒരുവൻ ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെ ആർക്കിമിഡീസിനെ പോലെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട ചില പ്രത്യേക പശ്ചാത്തലമോ സാഹചര്യമോ നമ്മെ രക്ഷിച്ചെടുക്കാൻ യേശു കർത്താവിന് ആവശ്യമില്ല. അവൻ പൂർണ്ണമായും വിശുദ്ധനായി അല്ലെങ്കിൽ പൂർണ്ണമായും പരിശുദ്ധനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാകുകയാൽ അങ്ങനെയാണ് ആ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ ക്രിസ്തു യേശുവിൽ കൂടിയാണ് സകലിലേക്കും പ്രവഹിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം രക്ഷ പ്രാപിക്കുന്നതിനുള്ള ആ ആശ്ചര്യകൃപ നമുക്ക് നൽകുവാൻ തെരഞ്ഞെടുത്ത മാർഗം അത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിലൂടെയാണ്. ആ കൃപ നമ്മിൽ പകരപ്പെടുവാൻ, അത് രക്ഷിക്കപ്പെടുവാൻ, നീതീകരിക്കപ്പെടുവാൻ, ദൈവം മുമ്പാകെ പ്രസാദമുള്ളവരായി തീരുവാൻ, പ്രീതിയുള്ളവരായി തീരുവാൻ, അല്ലെങ്കിൽ ആ വിശ്വാസവും പ്രത്യാശയുടെ ഉടമകളായി തീരുവാൻ, അതിനൊക്കെ നമുക്ക് ദൈവം ഒരുക്കിയ പാത വിശ്വാസമാണ്, നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ദൈവവചനം കേട്ട് അനുദപിച്ച് അടുത്തു വരുന്നവരിലെ വിശ്വാസം, ധൈര്യത്തോടെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്ന ഒരുവന്റെ ഉറപ്പാടുന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായും അത് കാണാൻ കഴിയാത്ത ചില സ്വർഗീയ കാര്യങ്ങളുടെ നിശ്ചയം കൂടിയാണെന്ന് ആ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ പാപത്തിന്റെ നീതീകരണം, ദൈവം മുമ്പാകെ പ്രീതി സമ്പാദിക്കുന്നത്, ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ നടത്തിപ്പ്, നിത്യത നമുക്കായി ഒരുക്കുന്ന നിത്യത, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു നിശ്ചയം കൂടിയാണ് ആ വിശ്വാസത്താൽ നാം ഓരോരുത്തരും പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ രക്ഷ ലഭിക്കുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അത് നമുക്കറിയാമല്ലോ. നമ്മൾ ആ പ്രാഗൽഭ്യം പ്രാപിച്ചവരുമാണല്ലോ. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ ഈ തിരുവചനം ഘോഷണം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രാഗൽഭ്യം ഇല്ലാത്തവരാണ് ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കും രക്ഷ പ്രാപിക്കുവാൻ ഇനിയും അവന്റെ പക്കൽ ഒരിക്കലും തീർന്നു പോകാത്ത ആ ആശ്ചര്യകൃപ ശേഷിക്കുന്നുണ്ട്. ആ വലിയ സന്തോഷ വാർത്ത അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നും അവന്റെ പക്കൽ എല്ലാവർക്കും പകരത്തക്കുവാൻ, ആരെല്ലാം കടന്നു വന്നാലും അവരിലൊക്കെ രക്ഷിക്കുവാൻ തക്ക ആ ആശ്ചര്യകൃപ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്നുള്ള
ഒരു സത്യം ആ സുപ്രസാദ കാലത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഈ സമയത്തെ ദയവായി ഉപയോഗിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ തിരുവചനത്തിലേക്കും ദൈവത്തിലേക്ക് മടങ്ങുവാനുള്ള ആ സുപ്രസാദ കാലമായി ഈ സമയത്തെ ഉപയോഗിക്കുവാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് ദയവായി കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവന്റെ കുരിശിലെ മരണത്തിലും പുനരുദ്ധാനത്തിലും, കൂടാതെ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പാകെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഏക മധ്യസ്ഥനാണെന്നുള്ളതും നാം വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു മരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അടിസ്ഥാന വേദോപദേശങ്ങളായി നമുക്ക് അറിവുള്ളതാണ്. എങ്കിലും ഞാൻ ഈ മെസ്സേജിന്റെ പൂർത്തീകരണത്തിനായി ഞാൻ അതെല്ലാം ചേർത്ത് പറയുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വിശ്വാസം മൂലമാണ് കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നത് നാം കണ്ടു. എന്നാൽ നമ്മളെ രക്ഷിക്കുവാൻ ഉതകുന്ന ആ വിശ്വാസം പോലും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നുള്ളത് നാം അറിയണം. അവിടെയാണ് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും രക്ഷാപൂർത്തി നമ്മിൽ സംഭവിക്കുവോളം എല്ലാ കാലത്തിലും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. കാരണം സ്വന്തമായി വിശ്വസിച്ച് സ്വന്തമായി ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ വായിച്ചറിവിലൊക്കെ കിട്ടിയ കാര്യങ്ങൾ വിശ്വസിച്ചു, അങ്ങനെ ഒരു തലത്തിലേക്കല്ല അത് പോകുന്നത്. ആ വിശ്വാസം പോലും നമുക്ക് ഉള്ളിൽ ജനിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും നമ്മുടെ രക്ഷാപൂർത്തിയെ കുറിച്ച് പറഞ്ഞു, ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു, ഇനി ആ ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി ദേഹത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നിടത്തോളം വാരം, അതൊന്നാണ് നമ്മുടെ രക്ഷാപൂർത്തി പൂർത്തിയാകുന്നത്. അന്ന് വരെയും അത് പൂർത്തീകരിക്കുന്ന ആ കാലം വരെയും ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് വർദ്ധിച്ചു വരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വചന കേൾവിയിലെ തിരിച്ചറിവിൽ നമ്മിൽ ഉണ്ടാകുന്ന വിശ്വാസവും തുടർന്ന് നമ്മുടെ മേൽ പകരുന്ന കൃപയും ദൈവത്തിന്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കട്ടെ. എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അത് പറയുന്ന ഞാൻ ആ വാക്യത്തോട് വായിക്കട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. വാക്യമൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നതിനും അതുപോലെ പാപത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുന്നതിനുമായി അവൻ നമ്മളെ വിശ്വാസം മൂലം രക്ഷിക്കുകയും കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ദൈവം നമ്മിൽ ഉളവാക്കുന്ന വിശ്വാസം മൂലം അവന്റെ കൃപയാൽ നമ്മെ രക്ഷിക്കുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. അതായത് കൃപയാൽ അവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കാൻ അയച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് സ്വന്തമായി നേടാൻ കഴിയാത്ത രക്ഷ ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ വഴികൾ കൊണ്ടോ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ കൊണ്ടും നേടാൻ കഴിയാത്ത ആ ഒരു രക്ഷ നമ്മുടെ ഉള്ളത്തിലുള്ള ചെറിയൊരു വിശ്വാസത്താൽ ദൈവം ദാനമായി നൽകുന്നു എന്നുള്ള വലിയൊരു സത്യമാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അതിനർത്ഥം നമ്മൾ ഉളവാക്കുന്ന വിശ്വാസവും നമ്മൾ പകരപ്പെടുന്ന കൃപയും ദൈവത്തിന്റെ ദാനങ്ങൾ തന്നെയാണെന്നാണ്. അതായത് പാപത്തിൽ ജനിച്ച ഓരോ മനുഷ്യനും മോശം പ്രാപിക്കുന്നതിന്റെ പൂർണ്ണ മഹത്വം ദൈവത്തിന് തന്നെയാണ്. എനിക്ക് അല്പം കൂടെ സമയം എടുത്ത ഭാഗങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, സ്തുതിക്കുമ്പോൾ എപ്പോഴും ആദ്യം നാം നന്ദി പറയേണ്ടത് ആ കാര്യത്തെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയുള്ളൂ. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അതിന് നമ്മുടെ ഉള്ളിൽ അതായിരിക്കണം. ദൈവത്തെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ മുന്നിൽ വരുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ ആദ്യം വന്ന് വരേണ്ടത് നാം പ്രാപിച്ച ആ കൃപയും ആ രക്ഷയും ഒക്കെ തന്നെ ആയിരിക്കട്ടെ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നത്. കാരണം അതാണ് ദൈവത്തിന് മുമ്പാകെ നമ്മെ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കെ ദൈവത്തിൽ ആശ്രയിച്ച് കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ലഭിക്കുന്ന ഭാഗ്യകരമായ അവസരങ്ങളെ ഈ ലോകത്തിന്റെ മഹത്വത്തിലേക്കും വ്യക്തികളിലേക്കും കേന്ദ്രീകരിക്കാൻ നടത്തുന്ന എല്ലാ നീക്കങ്ങളും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ആൾ ദൈവമായി പലരുണ്ട്, അല്ലെങ്കിൽ വലിയ ഉപദേശകന്മാരായി പലരുണ്ട്, അല്ലെങ്കിൽ വലിയ അങ്ങനെയുള്ള ഐക്കൺസുകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. ലോകത്തിന്റെ നന്മയെ കാട്ടി ആകർഷിച്ച് വിശ്വാസത്തിന്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി ശക്തികളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ചില ആഴ്ചകളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ നടത്തുന്ന എല്ലാ നീക്കങ്ങളും ഏദനിൽ ഹവ്വായെ പ്രലോഭിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിയ ദുഷ്ടതന്ത്രങ്ങൾ തന്നെയാണെന്ന് നാം തിരിച്ചറിയണം. നമ്മെ ആ ദൈവത്തിൽ നിന്ന് അകറ്റി അല്ലെങ്കിൽ വേർപെടുത്തി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകുന്ന തന്ത്രങ്ങൾ തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. യേശു കർത്താവ് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് ലഭിച്ച കൃപയുടെ ആഴം എത്ര വലുതെന്ന് നമുക്ക് അറിവ് തരുന്നതാണ്. ആ എബ്രായ ലേഖനത്തിലുള്ള വാക്യം നമുക്കൊക്കെ അറിയാമല്ലോ. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാണല്ലോ. പലരുടെയും ഇപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലരുടെയും വിവിധ ആവശ്യങ്ങളൊക്കെ നമ്മൾ കൂട്ടായ്മ കാണിക്കാറുണ്ട്. പലരെയും നമ്മൾ സഹായിക്കാറുണ്ട്. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള നന്മയ്ക്ക് അനുസരിച്ചൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. എന്നാൽ എല്ലാ കാലത്തും എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് കഴിയാറില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരു വിശേഷപ്പെട്ട പുസ്തകം എഴുതുന്ന തഴക്കമുള്ള ഒരു ഗ്രന്ഥകർത്താവിനെ പോലെ ആമുഖത്തിൽ ആരംഭിച്ച് മനോഹരവും ആവേശഭരിതവുമായ ഒരു
കൺക്ലൂഷനിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസത്തെ എത്തിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ പുസ്തകം, അതായത് നമ്മുടെ ജീവിതം ഒരു പുസ്തകം എന്ന നിലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ആ പുസ്തകത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിലെ ആമുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആമുഖമായി എഴുതി ചേർത്തത്, അത് ലോക സ്ഥാപനത്തിന് മുമ്പാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതായത് നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു അധ്യായമായി തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായി എഴുതപ്പെട്ടത് ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരും നിഷ്കളങ്കരുമായി ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യമാണ് അവിടെ എഴുതുന്നത്. അങ്ങനെ തെരഞ്ഞെടുത്തതിന്റെ അടുത്ത പടിയായി നമ്മെ ദത്തെടുക്കുവാനുള്ള മുദ്ര നാം ജനിക്കുന്നതിന് മുമ്പേ, അതായത് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മിൽ അവൻ ചാർത്തി എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടതെല്ലാം പൂർത്തീകരിച്ചു. ഇത്രയുമാണ് നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖമായി അതിടെ എഴുതി ചേർത്തപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് അതിന്റെ 1-ാം അധ്യായം എഴുതി ആരംഭിക്കുന്നത് നാം ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ ആ തിരുവചനം നമ്മുടെ ഉള്ളിൽ ജീവനാക്കി മാറ്റിയതിനെ വിവരിച്ചുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. പിന്നെ അതിന്റെ ഓരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരീക്ഷണങ്ങൾ, പരിശോധനകൾ, ഒറ്റപ്പെടലുകൾ, എതിർപ്പുകൾ, സന്തോഷ നിമിഷങ്ങൾ, ചില താഴ്ചകൾ, വീഴ്ചകൾ, ഇതിന്റെ ഒക്കെ മധ്യേ ഒരു ദിവ്യ സമാധാനവുമായി ജീവിതത്തിൽ കുളിർമ പകരുന്ന യേശു കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം വെളിപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ നാം വസിക്കുന്ന, അല്ലെങ്കിൽ കൂടാതെ ദൈവം വസിക്കുന്ന, നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ഒരു മന്ദിരമായി തിരഞ്ഞെടുത്ത നമ്മെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉടനീളം വഴികാട്ടാനായി പരിശുദ്ധാത്മാവ് കൂടെ വരുന്നതും ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പറയുന്ന താഴ്ചകൾ വരുമ്പോൾ, ആ പരിശോധനകൾ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മെ വഴികാട്ടാനായി ഒന്ന് താങ്ങി ഉണർത്തി വീണ്ടും ഒരു വായനക്കാരെ വീണ്ടും ഒരു ഉദ്യോഗമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോരുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരുത്തുന്ന ആ പരിശുദ്ധാത്മാവ് കൂടെ സഞ്ചരിക്കുന്നത് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എഴുതി പുരോഗമിക്കുന്ന ആ പുസ്തകം ഏറ്റവും മനോഹരമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുവാൻ ഒരു അസാധാരണ നായകനായി നമ്മുടെ കർത്താവ് മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്നത്, അല്ലെങ്കിൽ മുമ്പിൽ നടന്ന് നമ്മെ നയിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ ചിന്തയിൽ ഒരുക്കിയ ആ സ്വർഗീയ ഭവനത്തിൽ എത്തുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കുന്നതോടൊപ്പം ആ പുസ്തകത്തിന്റെ അവസാന അധ്യായവും എഴുതി തീർക്കപ്പെടും. അവസാനം ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു പറയുമ്പോൾ ആ ഭവനത്തിൽ എത്തിക്കുന്ന ആ കാര്യങ്ങളോട് വിവരിക്കുന്നതോടെ ആ പുസ്തകത്തിന്റെ അവസാന അധ്യായം പൂർത്തീകരിച്ച് അതൊരു നല്ല പുസ്തകമായി അവിടെ അത് പ്രിന്റിംഗിൽ കൊടുക്കുന്നത് പോലെ അത് മാറുന്നത് നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനത് അവസാനമായി കൺക്ലൂഡ് ചെയ്യട്ടെ. അവൻ പ്രിയനായ പുത്രൻ വഴി, ദൈവം തന്റെ പ്രിയനായ പുത്രൻ വഴി നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കെ മനോഹരമായ ആ ഫിനിഷിങ്ങിനെ, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ അവസാനത്തെ നോക്കി പാർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃപയാൽ വിശ്വാസം പകർന്നു. വിശ്വാസം നിമിത്തം കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം നാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ആ സ്നേഹത്തിലൊക്കെ മുൻനിയമിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുമ്പോൾ അതിന്റെയൊക്കെ മനോഹരമായ ആ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ അവൻ നമ്മെ നിത്യതയിൽ ചേർക്കുന്ന നാളിൽ, അല്ലെങ്കിൽ നാം തേജസ്കരിക്കപ്പെട്ട് അവനോട് സമനായി കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന ആ ഫിനിഷിങ്ങിനെ നോക്കി പാർത്തുകൊണ്ട് അതിനായി ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായുള്ള ഒരു ആഹ്വാനം, അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അതിനായുള്ള ഒരു ആഹ്വാനം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തിരുവചന ചിന്ത ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല,
മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ. കൃപയൊന്നു